ഇപ്പം നമ്മുടെ ഞെരുക്കങ്ങളെന്ന് പറയുന്നത് പലതരം ഉണ്ടാകുന്നു. രോഗവും ക്ഷീണവും അല്ല, മാത്രമല്ല ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെടും. ചിലപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുക്കുന്നതോടുകൂടി നിങ്ങളെ ഇന്ന് വരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ, നിങ്ങളുടെ കൂട്ടുകാരുണ്ടാകും, ചിലപ്പോൾ അവർ ഈ വഴി വരുന്ന ആൾക്കാരായിരിക്കത്തില്ല. നിങ്ങൾ ഉടമ്പടി എടുക്കാൻ താമസിച്ചതിൻ്റെ കാരണം തന്നെ ഈ കക്ഷികൾ നിങ്ങളെ കളിയാക്കും, അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഉടമ്പടി ഷെയർ ചെയ്യാൻ പോലും, ഉടമ്പടി എടുത്തിട്ട് പോലും കൃപാസനം ധ്യാനം ഷെയർ ചെയ്യാത്ത ആൾക്കാരില്ലേ, അവരുടെയൊക്കെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാൻ പോകുന്നുണ്ട്. കാപട്യം കർത്താവ് വെച്ച് പൊറപ്പിക്കത്തില്ല. നിങ്ങൾ ആരെയാണ് പേടിക്കണത്? ദൈവത്തെക്കാൾ ഒരു പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും ദൈവം കൊടുക്കാത്ത ഇതുപോലെ പരട്ട മനുഷ്യരാണ് നിങ്ങൾ പേടിക്കണത്. ദൈവത്തെക്കാൾ ഉപരി യു മസ്റ്റ് ഷെയർ ഇറ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവവുമായിട്ട് നിങ്ങൾ ലിങ്കായ പിന്നെ ആരെയും നിങ്ങൾ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവരരുത്. പാപമെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാവോ? അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അനുതാപം എന്ന് പറയണത് പാപത്തിൽ നിന്ന് വിട്ടുമാറുന്നതും പാപത്തെക്കുറിച്ചുള്ള ദുഃഖവുമല്ല. അനുതാപം എന്ന് പറഞ്ഞാൽ പാപത്തെക്കുറിച്ചുള്ള ദുഃഖമല്ല. അതുപോലെ തന്നെ പാപം എന്ന് പറഞ്ഞാൽ നിയമലംഘനവും അല്ല. പാപം നിയമലംഘനമാകുന്നു, പക്ഷെ അതല്ല പ്രശ്നം. പാപം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ അനുതാപം അവതാളത്തിലാകും. പാപത്തെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ എടുത്ത അനുതാപങ്ങളെല്ലാം ഫേക്ക് സംഭവമാണ്, ഡ്യൂപ്ലിക്കേറ്റ് അനുതാപത്തിൻ്റെ കുന്നംകുളം സെറ്റ് എന്ന് പറയും. അനുതാപത്തിൻ്റെ എന്താ പ്രശ്നം? പാപം നിയമലംഘനമാണ്. എടുത്ത് ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. 1 യോഹന്നാൻ 3:4 പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും 10 കൽപ്പന ലംഘനമാണ് പാപം. എന്നാൽ 10 കൽപ്പന അങ്ങോട്ട് പാലിച്ചാൽ മതിയില്ല, പ്രസവം തീർന്നില്ല. പ്രസവം തീരത്തില്ല. നമുക്ക് കേൾക്കുമ്പോൾ എന്ത് തോന്നും? പാപം നിയമലംഘനമല്ലേ? അപ്പം നിയമം എന്ന് പറയുന്നത് 10 കൽപ്പന അല്ലേ? 10 കൽപ്പന അങ്ങോട്ട് പാലിച്ചാൽ മതിയല്ല. പിന്നെ നിയമലംഘനമില്ലല്ല, പാപമില്ലല്ല, ഒറ്റ നടക്ക് പോകത്തില്ല. എന്താ കാര്യം? പാപം നിയമലംഘനമല്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം നിയമം എന്തുകൊണ്ട് ലംഘിക്കുന്നു എന്നുള്ളതാണ്. പാപത്തിൻ്റെ കോസല്ലല്ല പറയണത്. യോഹന്നാൻ പറയണ പാപത്തിൻ്റെ ഇഫക്റ്റ് അല്ല പറയണത്. പാപം നിയമലംഘനമാണെന്നല്ല പറയണത്. പക്ഷെ അത് പ്രശ്നം അതല്ലല്ലോ. എന്തുകൊണ്ട് ഈ മനുഷ്യൻ നിയമം ലംഘിക്കുന്നോ? അതെന്താണ്? അവന് ദൈവത്തിൻ്റെ കൽപ്പനകളെ അത്രയ്ക്ക് ഏക്കണില്ല. അവന് എന്താ കാര്യം? അവനത് അംഗീകരിക്കണില്ല. അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ നിയമം ലംഘിക്കണേ? എന്തുകൊണ്ടാണ്? ആ നിയമത്തെ അവൻ അംഗീകരിക്കണില്ല. അവൻ അംഗീകരിക്കുന്നില്ല എന്ന് വെച്ചുകൊണ്ട് ന്യൂട്രാകത്തില്ല. അവൻ വേറെ എന്തിനും അംഗീകരിക്കുന്നു. അതല്ലേ പ്രശ്നം. നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ഞാനല്ലാത്തൊരു ദൈവം നിനക്കൊണ്ട്, അവനാണ് അപരനെന്ന് പറയണത്. ദ അതർ ഗോഡ്. നമുക്ക് എല്ലാവർക്കും നമ്മളെ ചുറ്റിക്കുന്ന ഒരു സംഭവം അതർ ഗോഡാണ്, അപര ദൈവം. ദൈവത്തെക്കാൾ പ്രാധാന്യം വേറെ ആർക്കോ കൊടുത്തുകൊണ്ടാണല്ലോ ഇവർ ഷെയർ ചെയ്യാത്തത്. എൻ്റെ ഗ്രൂപ്പിലോട്ട് ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈശ്വര വിശ്വാസിയാണെന്ന് എങ്ങാനും കൂടെ ഉള്ളവർ തീരുമാനിച്ച് എന്ത് ചെയ്യും? അതല്ലേ പ്രശ്നം. അപര ദൈവങ്ങളുണ്ട്. അപര ദൈവങ്ങളെ ടാർഗറ്റ് ചെയ്തില്ലെങ്കിൽ ഒറ്റ നടക്ക് പോകത്തില്ല. അതുകൊണ്ട് പാപം നിയമലംഘനമാണെന്ന് പറയുമ്പോൾ ഞാൻ നിയമം പാലിച്ചെന്ന് പറഞ്ഞു കൊണ്ടുവന്ന പാപത്തിൻ്റെ ഇഫക്റ്റുകൾ മാറുന്നില്ല. മാറുന്നതിൻ്റെ കോസ്, ടേക്ക് ദ കോസ്, സെറ്റ് ദ കോസ്. അതിൻ്റെ കാരണം എന്താ നീ അന്വേഷിക്കണം. എന്താണത്? നീ ദൈവത്തെ അംഗീകരിക്കണില്ല. സ്വർഗഭോഗം പാപമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്വർഗഭോഗ പാപമായത് എന്തുകൊണ്ടാണെന്നാണ് പൗലോസ് പറയണത്. അതാണ് യോഹന്നാനും പൗലോസും തമ്മിലുള്ള വ്യത്യാസം. സ്വർഗഭോഗം പോലെയുള്ള പ്രകൃതി വിരുദ്ധ പാപങ്ങൾ പാപമാണെന്ന് പറയുമ്പോഴും അത് നിയമലംഘനമാണെന്ന് പറയുമ്പോഴും അത് എന്തുകൊണ്ട് പാപമാകുന്നുവെന്ന് യോഹന്നാൻ പറയത്തില്ല, പക്ഷെ പൗലോസ് പറയും. എന്താണ് പൗലോസ് പറയണത്? വായിച്ച് ശ്രുതികടെ 1:29. ശ്രുതികടെ ഹല്ലേലൂയ. റോമ 1:28. റോമ 1:28. ദൈവത്തെ അംഗീകരിക്കുന്നത്. ദാറ്റ്സ് ദ പോയിന്റ്.
എന്താ പറയണത്? ഏറ്റു പറഞ്ഞേ. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ഇവിടെയാണ് പ്രശ്നം വന്നിരിക്കുന്നത്. റൂട്ട് ഇതാണ്. എന്താണ്? നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ദൈവത്തെ അംഗീകരിക്കുന്നത് എന്താണ്? അത് പോരായ്മയെ കരുതുന്നു. ചില ആൾക്കാർ വിചാരിക്കുന്നത്, അയ്യോ ഈ ശാസ്ത്രീയമായ യുഗത്തിൽ ആരെങ്കിലും ദൈവത്തെ വിശ്വസിക്കുമെന്ന് ചില അഭ്യാസികൾ ഈ സോഷ്യൽ മീഡിയ ഇരുന്നുകൊണ്ടൊക്കെ പറയും. ഞാനൊക്കെ ഇതുപോലെ ശാപം പിടിച്ച മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ലേ. എനിക്കൊരു നിരീശ്വരവാദി എന്ന് പറയുമ്പോൾ എനിക്ക് പറഞ്ഞത്, എനിക്ക് അവരോട് ഒരു സഹതാപമല്ല തോന്നണത്, ഒരു ശപിക്കപ്പെട്ട മനുഷ്യരെന്നാണ് തോന്നുന്നത്. സഭയുടെ പൊതു കാഴ്ചപ്പാടിൽ ഇവരാരും ശപിക്കപ്പെട്ടവരല്ല, അവരെല്ലാവരും അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ആൾക്കാരാണ്. പക്ഷേ എനിക്ക് അണ്ടർസ്റ്റാൻഡിങ് അല്ല തോന്നണത്. ഒരു മനുഷ്യന് ഈശ്വരനെ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയാതിരിക്കണത് ഒരു ഭൗതികമായ ഒരു കേഴ്സാണ്, ഇൻ്റലക്ച്വൽ കേഴ്സ് എന്ന് പറയും. ഭൗതികമായ ഒരു ശാപമാണ്. കാരണം ഈ കണ്ടെത്തേണ്ട സമയത്ത് കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ കണ്ടെത്തിയിട്ട് കാര്യം ഉണ്ടാകത്തില്ല. ദൈവത്തെ കണ്ടെത്താൻ കഴിയണത് തന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ആ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ കൈയടിച്ച് കർത്താൻ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ഇപ്പൊ നമ്മൾ തിരിച്ചു വരികയാണ്. എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ എങ്ങോട്ടാണ് വരേണ്ടത്? അതായത് നമ്മൾ വരുന്നത് കുഞ്ഞാടിൻ്റെ ഇൻ കേസ് എങ്ങനെയെങ്കിലും ചിലപ്പോൾ അബദ്ധത്തിൽ നമ്മുടെ സൽപ്രവൃത്തികളിൽ കളങ്കിതമായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഏക പോംവഴി, ഏക സർഫിങ് എന്താ ഉള്ളത്? അതിനെ സർഫിട്ട് നമ്മൾ സർഫിൽ മുക്കി വെക്കത്തില്ല ഉടുപ്പൊക്കെ. അതെവിടെയാണ് മുക്കിയത്? നമ്മുടെ ഞെരുക്കങ്ങളെ. നമുക്ക് ഒരുമാതിരി ഞെരുക്കങ്ങളല്ലേ ഉള്ളത്, പലതരം ഞെരുക്കങ്ങളുണ്ടാവും അല്ലേ? രോഗവും ക്ഷീണവും അംഗീകരിക്കാത്തതും സങ്കടപ്പെടുത്തുന്നതും ആയിട്ടുള്ള കുറേ ഞെരുക്കങ്ങൾ നമുക്കുണ്ടാകത്തില്ലേ? ഈ ഞെരുക്കങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത്? അത് ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സംഭവം. കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷാലറ്റ്. സെൻറ്റ് മേരീസ് ഇടക്കൊച്ചി സെൻറ്റ് മേരീസ് ഇടവക അംഗമാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2024 മെയ് 17-ാം തീയതിയാണ്. അതിനു മുൻപ് ഞാൻ ജപമാല റാലിയിൽ എൻ്റെ ചേച്ചി എന്നെ പങ്കെടുപ്പിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ നിയോഗമായിരുന്നു എൻ്റെ കടബാധ്യതയിൽ നിന്ന് എന്നെ രക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഞാൻ 20 വർഷത്തേക്ക് എൻ്റെ വീടിൻ്റെ ആധാരം പണയത്തിൽ വെച്ചിരിക്കുകയായിരുന്നു. അത് 3 മാസത്തിനുള്ളിൽ എങ്ങനെയോ എനിക്കറിയില്ല അതെനിക്ക് വീട്ടിലേക്ക് തിരിച്ച് എടുക്കാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ അൾത്താരയിൽ എന്തോ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ എൻ്റെ മോളുടെ ബോർഡ് എക്സാം CBSE ബോർഡ് എക്സാം ആയിരുന്നു 2024. അതിന് 2 ദിവസം മുൻപ് എൻ്റെ വീട്ടിലെ വളർത്തുനായ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ കടിച്ച്
10 മിനിറ്റ് കടിച്ചു പിടിച്ചിരുന്നു, വിട്ടില്ല. എന്തൊക്കെയോ ചെയ്തിട്ടും അവൻ കയ്യിൽ കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ മാതാവേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് പിടിവിടുകയും, പക്ഷേ കയ്യിലൊരു പോറൽ പോലും കുഞ്ഞിനേറ്റില്ല. പക്ഷേ ഞങ്ങൾ അന്ന് തന്നെ ഇവിടെ വന്ന് മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിനായി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയും ഹോൾ ടിക്കറ്റ് ഇവിടെ നിന്ന് അൾത്താരയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി ആ എക്സാമിന് കൊച്ചിന് ക്ലാസ്സിലൊക്കെ 79% മാർക്കേ ലഭിക്കുമായിരുന്നുള്ളൂ. ഫിസിക്സ് എക്സാമിൻ്റെ അന്നാണെങ്കിൽ അവൾക്ക് തീരെ പനിയും ഛർദിലും വന്നിട്ട് അവൾ 1 മണിവരെയും ഒന്നും പഠിക്കാൻ സാധിക്കാണ്ട് കിടപ്പായിരുന്നു. പിറ്റേ ദിവസം വർഷം പോയാലും സാരില്ല, കുഞ്ഞല്ലേ വലുതെന്നോർത്ത് ഞാൻ പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യാം, എക്സാം എഴുതണ്ട എന്ന് വിചാരിച്ചിരുന്നപ്പോൾ കൊച്ചു കിടക്കുന്ന തലേനടയിൽ ഞാൻ കൃപാസന പത്രം എടുത്തു വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അന്ന് തന്നെ വെളുപ്പിനെ 3 മണിയായപ്പോൾ ഒരു പനിയുള്ള കുട്ടിയെപ്പോലെയല്ല അവൾ എണീറ്റ് വന്നത്. വളരെ സ്മാർട്ടായിട്ട് എണീറ്റ് വന്നിട്ട് മമ്മി എനിക്ക് പഠിക്കണം, നാളെ എക്സാം എഴുതണം എന്ന് പറഞ്ഞു. ഞാൻ അതെന്നെ അതിശയിച്ചു പോയി, ഇതെങ്ങനെ സാധിച്ചു എന്ന്. അങ്ങനെ അവൾ പഠിക്കുകയും രാവിലെ വെറുതെ എക്സാം എഴുതിയാൽ മതി, വർഷം പോകില്ലല്ലോ, പാസ്സായോട്ടെ എന്ന് ഓർത്തു. പക്ഷേ അവൾക്ക് 96% മാർക്കോടെ CBSE ബോർഡ് എക്സാമിൽ പാസ്സാവാൻ സാധിച്ചു. അത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് മാതാവ് എന്നെ ഒരുപാട് അനുഗ്രഹങ്ങളിലൂടെ എന്നെ ഇവിടേക്ക് വിളിക്കായിരുന്നു. അതിനുശേഷമാണ് ഞാൻ മെയ് മാസത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഒരുപാട് നിയോഗങ്ങൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അതിലെ ഏറ്റവും പ്രത്യേകമായുള്ളൊരു നിയോഗമായിരുന്നു, ആ വർഷം അവൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അവൾ എഴുതുന്ന എക്സാമിലെല്ലാം മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ കുടുംബവും ആത്മീയമായി വളർന്നു. ജപമാലയിലും എല്ലാ ദിവസവും കുർബാനയിലും ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നു. ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്ന പ്രെയർ ഞങ്ങൾ എല്ലാ ദിവസവും കൂടുമായിരുന്നു. പക്ഷേ എൻ്റെ മകൾക്ക് അതിൽ ഒരുപാട് സമയം പ്രാർത്ഥിക്കേണ്ട മമ്മി, പഠിക്കണം, താൻ പാതി ദൈവം പാതി എന്ന് അവൾ പറഞ്ഞു. ഞാനൊരു ദിവസം പറഞ്ഞു, അവളുടെ മോഡൽ എക്സാമാണ്, ഞങ്ങളൊരു ടൂറ് വേളാങ്കണ്ണിയിൽ പോയി വന്നപ്പോഴത്തേക്കും അവളൊന്നും എന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞു ഡെയിലി ബ്രെഡ് കൂടാൻ പറ്റില്ല, സമയമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള മാർക്ക് കിട്ടിയാൽ മതി, മോൾ പ്രാർത്ഥിച്ചിട്ട് പോ, അത് കഴിഞ്ഞിട്ട് എന്ത് മാർക്ക് കിട്ടുന്നു അത് കിട്ടിയാൽ മതി എന്ന് ഞാൻ വാശി പിടിച്ചു. അവളെ നല്ല ഇഷ്ടത്തോടെയല്ല അന്ന് എൻ്റെ കൂടെ ഇരുന്ന് ആ ഡെയിലി ബ്രെഡ് കൂടിയത്. പക്ഷെ അന്ന് അവൾ ഒരിക്കലും ആ മോഡൽ എക്സാമിൽ ഒരു 600 മാർക്കിൻ്റെ മേളിൽ ഒരിക്കലും അവൾ എൻട്രൻസ് എക്സാമിൽ മേളിലേക്ക് വന്നിരുന്നില്ല. പക്ഷെ അന്ന് ആദ്യമായിട്ട് അവൾക്ക് A+ മാർക്കോടെ അവൾക്ക് അന്ന് പാസ്സാവാൻ സാധിച്ചു. അവളന്ന് എന്നോട് വന്ന് മാപ്പ് പറഞ്ഞു, മമ്മി ഞാൻ പഠിച്ചിട്ടല്ല ഈ മാർക്ക് എനിക്ക് തന്നത്, ജോസഫ് അച്ഛൻ്റെ പ്രെയറിന് അത്രത്തോളം ശക്തിയുണ്ടെന്ന് എൻ്റെ മോള് തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു അന്ന്. അങ്ങനെ അവൾ എൻ്റെ കൂടെ ജപമാല റാലിയിൽ പങ്കെടുക്കുകയും അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ആ വർഷത്തെ ആദ്യത്തെ എക്സാം JEE എക്സാം ആയിരുന്നു. ഞങ്ങൾ എക്സാമിന് വെളുപ്പിനെ എണീറ്റ് പോകുമ്പോൾ നല്ല പനിയായിരുന്നു എനിക്ക്. ഞാൻ എൻ്റെ മോളുടെ കൂടെ ഒരു വിധത്തിലാണ് പോയത്. ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോഴത്തേക്കും ഒരു പ്രായമുള്ള ചേച്ചി, അത്ര വെളുപ്പിനെ എവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയില്ല, ബസ്സിലേക്ക് കയറി വന്നപ്പോൾ എനിക്ക് വയ്യായിരുന്നിട്ടും ഞാൻ എണീറ്റ് കൊടുത്തു. കൊച്ചു പഠിക്കുകയല്ലേ, ഞാൻ എണീറ്റ് നിൽക്കാമെന്ന് ഓർത്തു. ഞാൻ എണീറ്റ് നിന്നു. അപ്പം ഞാൻ ബസ്സിൽ പിടിച്ച് നിന്നോട് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ കഷ്ടപ്പാടിനൊക്കെ എന്തെങ്കിലും ഫലം ഉണ്ടാവുമോ ഞാൻ മനസ്സിൽ ചോദിച്ചു. അപ്പം ഞാനൊരു ആകാശം പോലെ ഒരു മഞ്ഞ് കണ്ടു. അതിൻ്റെ പുറത്ത് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വിജയം നൽകും, നെഹമിയ 2:20 എന്ന് കാണിച്ചു തന്നു. ബൈബിൾ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും നെഹമിയ എന്ന പുസ്തകം ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ല. നെഹമിയ എന്നുള്ള പുസ്തകം ബൈബിളിലുള്ളതാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനത് അത്ര കാര്യമാക്കിയില്ല. തിരിച്ച് എക്സാം നല്ലായിരുന്നു എന്ന് മോള് പറഞ്ഞു, കൂളായിട്ട് എഴുതി. ഭയങ്കര സന്തോഷത്തോടെ അവൾ തിരിച്ചു വന്നത്. തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ബസ്സിൽ വെച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഒരു വചനം കണ്ടത് ഞാൻ ബൈബിളിലാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ ബൈബിൾ തുറന്നു നോക്കിയപ്പം കറക്റ്റായിരുന്നു, നെഹമിയ 2:20 സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വിജയം നൽകും. അങ്ങനെ എനിക്ക് തന്ന സുവിശേഷ ഭാഗമായി ഞാൻ കരുതി, വാക്കായി കരുതി. ഞാനത് എഴുതി വെച്ചിട്ട് മോൾ എക്സാം എപ്പോഴൊക്കെ എക്സാം എഴുതുന്ന അപ്പോഴൊക്കെ ഞങ്ങളത് എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം കൊച്ചെഴുതിയ എല്ലാ എക്സാമിനും നല്ല മാർക്കോടെ അവൾക്ക് പാസ്സാകാൻ സാധിച്ചു. പക്ഷേ അവളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഡോക്ടർ ആവുക എന്നായിരുന്നു. ബാക്കി എല്ലാ എക്സാമും അവൾ വെറുതെ പോയി എഴുതിയതാണ്. അപ്പോൾ നീറ്റ് എക്സാം ആയി. നീറ്റ് എക്സാമിൻ്റെ കാര്യങ്ങളെല്ലാം കൊച്ചു പറയും. അമ്മയുടെ വലിയ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തിയതിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ ജനുവരി 2025 ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ എൻ്റെ ഏറ്റവും വലിയ നിയോഗം, ഞാൻ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു.
എനിക്ക് ഒട്ടും ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ടെൻഷനുള്ള ആളാണ് ഞാൻ. എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല, എഴുതി കഴിയുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്ന സ്കോർ എത്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തപ്പോൾ അച്ഛൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ്. അന്നു മുതൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ തന്നെ ആ വചനം എഴുതിയിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ തുടങ്ങുന്നത്. അന്നു മുതൽ എനിക്ക് എക്സാമിന് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ എക്സാം എഴുതുമ്പോൾ. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ നീറ്റ് എക്സാം ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ ടെൻഷൻ മാറുന്നില്ല. കാരണം എൻ്റെ ആഗ്രഹം അതാണ്. 1 വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്തു, ഇനി എന്ത് ചെയ്യും, എൻ്റെ ഡാഡയും മമ്മി. അങ്ങനെ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു, എനിക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലോ. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ വർഷം അല്ലാതെ ഞാൻ അടുത്ത വർഷത്തേക്ക് പോകത്തില്ല, എനിക്ക് ഈ വർഷം തന്നെ ഗവൺമെൻറ് MBBS വേണമെന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിച്ചു. അപ്പോൾ അച്ഛനോട് ബ്ലെസ്സിങ് മേടിക്കാൻ വന്നപ്പോഴേക്കും അച്ഛൻ കുരിശ് കയ്യിൽ തന്നിട്ട് പറഞ്ഞു, 2 ആഗ്രഹങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞത് എനിക്ക് നീറ്റിന് ഗവൺമെൻറ് MBBS വേണമെന്നും, രണ്ടാമത് എൻ്റെ അനിയത്തിക്ക് ഞാൻ 10th പഠിക്കുമ്പോൾ മുതൽ മൈഗ്രെയിൻ ഉള്ളതാണ്. MRI സ്കാൻ വരെ എടുത്തിട്ടും അവൾക്ക് വേറൊന്നുമില്ല, മൈഗ്രെയിനാണ്. ഡോളൊക്കെ കഴിക്കാൻ കൊടുക്കും, പക്ഷെ അവൾക്കൊരു മാറ്റവും ഇല്ല. അവൾക്ക് വേദന വരുമ്പോൾ കണ്ണൊക്കെ ഇറുക്കി പിടിച്ച് മുടിയെല്ലാം ഇങ്ങനെ വലിച്ച് തലയൊക്കെ കൊണ്ട് മതിലേക്ക് കൊണ്ട് ഇടിക്കുമായിരുന്നു. എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അനിയത്തിയുടെ തലവേദന എനിക്കിനി കണ്ടു നിൽക്കാൻ പറ്റില്ല, അതൊന്ന് മാറ്റി കൊടുക്കണേ എന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ അവളുടെ മൈഗ്രെയിൻ അസുഖം പൂർണ്ണമായും മാറി. ഇന്ന് വരെ അവൾ പിന്നെ ആ ഒരു പഴയ അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഞാൻ നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് അച്ഛൻ എനിക്കൊരു കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് തന്നിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട്. അങ്ങനെ ഞാൻ എക്സാമിന് പോയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ കരഞ്ഞോണ്ടേ ഇരുന്നേ. അന്നൊരു ദിവസം എണീറ്റത് മുതൽ കരഞ്ഞോണ്ട് എനിക്ക് അത്രയും ടെൻഷൻ. എനിക്ക് അനങ്ങാനും ഒന്നും പറ്റുന്നില്ല, പഠിച്ചതെല്ലാം മറന്നു പോകുന്ന പോലെ തോന്നി. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ വീടിന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു അങ്കിളിനെ കണ്ടു. ആ അങ്കിളിൻ്റെ കയ്യിൽ കൃപാസന മാതാവിൻ്റെ ഫോട്ടോയുള്ളൊരു കീ ചെയിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അമ്മ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, സഞ്ചാരി മാതാവ് മുമ്പേ പോയിട്ടുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് എക്സാം എഴുതിക്കുമെന്ന് പറഞ്ഞു. മെയ് 4-ാം തീയതി ആയിരുന്നു എക്സാം ഡേറ്റ്. അപ്പോൾ 11 മണിക്ക് എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ 10 മണിയായപ്പോൾ ഞാൻ എടപ്പള്ളിയിൽ സെയിൻറ്റ് ജോർജ് പള്ളിയിൽ തിരുനാളായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കൃപാസന മാതാവിൻ്റെ പത്രം വിതരണം ചെയ്തിട്ടാണ് ഞാൻ എക്സാം ഹാളിലോട്ട് പോയത്. അപ്പോൾ 11 മണിക്ക് ഞാനവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് കയറാൻ പറ്റുന്നില്ല. എനിക്ക് അത്രയും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അമ്മ വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ച് തന്നു, ഉപ്പ് പോക്കറ്റിൽ വെച്ച് തന്നു, പിന്നെ ഉപ്പ് കുറച്ച് തലയിൽ വിതറിയിട്ട് എനിക്ക് കൃപാസന മാതാവിൻ്റെ തേൻ തന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ 2-3 കാര്യങ്ങൾക്ക് ഇങ്ങനെ നോക്കണം എന്ന് തോന്നി. അപ്പോൾ അമ്മ കയറാൻ പറഞ്ഞിട്ട് ഞാൻ കയറാതെ ആ കാര്യങ്ങൾ നോക്കിയിട്ട് എക്സാം ഹാളിലോട്ട് കയറി. എക്സാം ഹാളിലോട്ട് കയറാൻ വേണ്ടി പോയപ്പോഴേക്കും ഫസ്റ്റ് ഇങ്ങനെ ഒരു ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ മെറ്റൽ ഐറ്റംസ് ഒന്നും കയറ്റാൻ പാടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ അത് കാരണം തന്നെ ഞാൻ കൃപാസന മാതാവിൻ്റെ കാശുരൂപം പ്ലാസ്റ്റിക് കൊന്തയിൽ കോർത്തിട്ടാണ് ഞാൻ കയറാൻ വേണ്ടി പോയത്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് അലൗഡ് അല്ല എന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ കൊടുത്തിട്ട് എനിക്കത് കയറേണ്ടി വന്നു. അപ്പോൾ എല്ലാവരുടെയും ഉടമ്പടി സാക്ഷ്യത്തിൽ ഞാൻ കേൾക്കാറുണ്ട്, അത്ഭുതകരമായിട്ട് കാശുരൂപം കയറ്റാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ എന്താ ഇത്, എനിക്ക് ഒന്നാമത് ടെൻഷനാണ്, എനിക്ക് കാശുരൂപം കയറ്റാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ അമ്മ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് അച്ഛൻ തന്നത് ഉടുപ്പിൽ തുന്നി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കയറിയപ്പോഴേക്കും ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പോക്കറ്റ് ചെക്ക് ചെയ്യേണ്ടി വന്നപ്പോഴേക്കും എൻ്റെ പോക്കറ്റിൽ ഉപ്പുണ്ടായിരുന്നു. ഇവർ ശക്തമായിട്ട് പോക്കറ്റ് കുടഞ്ഞിട്ടും ഞാൻ നോക്കിയിട്ട് ഉപ്പ് പുറത്ത് വന്നില്ല. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു, മാതാവ് എനിക്ക് സമാധാനത്തിനായിട്ട് എൻ്റെ ഉപ്പ് പോവാതിരുന്നതാണ്. എനിക്ക് ഉപ്പ് എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പറിന് എഴുതുന്നതിന് മുമ്പ് എനിക്ക് വിതരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ കൈവച്ചിരുന്നു. അത് നഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് ഓർത്ത് സമാധാനത്തിൽ ഞാൻ കയറി. എക്സാമിലോട്ട് കയറിയപ്പോൾ എനിക്കൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് സെൻറ്ററായിട്ട് കിട്ടിയത്. അപ്പോൾ അമ്മയുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ സ്കൂളിൽ, അതായത് ഒരു പള്ളി അടുത്തുള്ളിടത്ത് എക്സാം ഹാളിൽ കിട്ടിയ അമ്മ അവിടെ പോയി ഇരുന്നോളാം എന്നുള്ളൊരിത് അമ്മയുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് അവിടെ എനിക്ക് കിട്ടിയത്. അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചു. എനിക്ക് സെയിൻറ്റ് അഗസ്റ്റിൻ സ്കൂളാണ് കിട്ടിയത് കലൂരിൽ. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ എൻ്റെ എക്സാമിലോട്ട് കയറിയപ്പോഴേക്കും ഞാൻ ഇരുന്ന് നേരെ നോക്കുമ്പോൾ മാതാവിൻ്റെ ഫോട്ടോ ഞാൻ കാണുന്നത്. മാതാവിൻ്റെ കണ്ണുകൾ എന്നെ നോക്കിയിരിക്കുന്നത് പോലെയായിരുന്നു ആ ഫോട്ടോ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വേറൊന്നും ഇനി റീകോൾ ചെയ്യാൻ ഒന്നും നിന്നില്ല. ഞാൻ കൊന്തെല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ എക്സാം തുടങ്ങാറായി. ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. ഫസ്റ്റ് ഒരു പേജ് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഫിസിക്സ് ആയിരുന്നു ആദ്യം അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. അത് നടന്നില്ല. കെമിസ്ട്രി നോക്കി, ബയോളജി നോക്കി. അരമണിക്കൂറോളം എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ സ്തംഭിച്ചു നിന്നു, ഒന്നും ചെയ്യാൻ പറ്റാതെ. അപ്പോഴേക്കും ഞാൻ വേഗം ഉപ്പ് എടുത്ത് വിതറി, ക്വസ്റ്റ്യൻ പേപ്പറിന് മുകളിൽ വിതറി.
അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം കേൾക്കുന്നത് പോലെ തോന്നി. വേഗം കെമിസ്ട്രി എടുത്ത് അറ്റൻഡ് ചെയ്യും, അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതാൻ തുടങ്ങി. നിനക്ക് വേറെ ഒന്നും വേണ്ട, നമുക്ക് 720 മാർക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ അത്ര ഒന്നും എനിക്ക് വേണ്ട, നീ എഴുതിക്കോ എന്ന് മാത്രം ഒരു ശബ്ദം. എന്നിട്ട് എനിക്ക് എന്തൊക്കെയോ ഉത്തരങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അച്ഛൻ്റെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട് ഒരു ചേട്ടന് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല. അടുത്ത എക്സാമിന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ശേഷം ആ ചേട്ടൻ ഇങ്ങനെ ആൻസേഴ്സ് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ക്ലാസ്സിൽ കേട്ടിരുന്നു. അതുപോലത്തെ ഒരു അനുഭവമായിരുന്നു എനിക്ക് ആ എക്സാം ഹാളിൽ ഇരുന്നപ്പോൾ. ഇങ്ങനെ ഉത്തരം പറഞ്ഞു എന്തോ എനിക്ക് ശതം അറിയത്തില്ല. കാരണം ബയോളജിയൊക്കെ എഴുതുമ്പോൾ എനിക്ക് അസേഷൻ റീസണൊന്നും എഴുതാൻ പറ്റാറില്ല. കാരണം എപ്പോഴും ആ ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോഴും തെറ്റിച്ചുകൊണ്ടിരിക്കും മോഡലൊക്കെ നടത്തുമ്പോൾ. അന്ന് ആ ബയോളജി പേപ്പറിൽ മുഴുവൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു മേജറായിട്ടുണ്ടായിരുന്നത്. അതെല്ലാം എനിക്ക് എന്താ ക്വസ്റ്റ്യൻ അർത്ഥമൊന്നും അറിയത്തില്ല. ഞാൻ എല്ലാം എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഫിസിക്സ് എനിക്ക് ആവപ്പെടെ 8 or 7 ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാലും ലാസ്റ്റ് 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞു ഇത് മതി നിനക്ക്, ഇത് മതി, നീ ഇനി കുറച്ച് റിലാക്സ് ചെയ്തിരുന്നോ എന്ന് പറഞ്ഞ് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലാണ്. കാരണം എനിക്കറിയാം ഒരിക്കലും ഞാൻ ആഗ്രഹിച്ച സ്കോർ എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം തീർന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ എന്തിനാ കരയുന്നത്, എക്സാം ഡിഫിക്കൽട്ടാണോ എന്നുള്ളതല്ല, നീ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് മാതാവ് തീരുമാനിച്ച് നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഞാൻ ഉടമ്പടിയിൽ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് വന്നു. എനിക്ക് 36,000 വന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം 25,000 വന്നാലേ എനിക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് വരുള്ളൂ. എൻ്റെ എല്ലാ പ്രതീക്ഷകളും പോയി. ഞാൻ ആകെ ഫുള്ള് തളർന്നു പോയി. അപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു സാക്ഷ്യം ഞാൻ കേൾക്കുന്നതാണ്. ഒരു ക്യാൻസർ വന്ന ഒരു ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റി ഇങ്ങനെ എപ്പോഴും ഒരു ക്യാൻസർ ഇങ്ങനെ അടുത്ത ക്യാൻസർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആൻറ്റിനോട് എല്ലാവരും ചോദിക്കുമെന്ന് പറയായിരുന്നു എന്തിനാ നീ ഉടമ്പടി എടുത്തതല്ലേ, അപ്പോൾ പിന്നെ നിനക്ക് എന്തിനാ ഇത്രയും സഹനം തരുന്നതെന്ന്. അപ്പോൾ ആൻറ്റി ഇങ്ങനെ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. സഹനത്തിലൂടെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റൂ. സഹനം വന്നാലും നമ്മൾ ദൈവത്തിനോട് ചേർന്ന് നിൽക്കണമെന്ന്. ഞാൻ ഈശോയോടും മാതാവിനോടും ചേർന്ന് നിന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കേരള റാങ്ക് വന്നു. 3,000 വന്നത്. അപ്പോഴും എനിക്കൊരു പ്രതീക്ഷയില്ലാത്ത റാങ്കാണ് വന്നത്. എനിക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും എനിക്കൊരു ലാറ്റിൻ റിസർവേഷൻ കൊണ്ട് കിട്ടാത്തൊരു റാങ്കിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരാനുള്ള ഡേറ്റ് വന്നപ്പോഴേക്കും എനിക്ക് ഉടമ്പടി പുതുക്കാനുള്ള സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാം എനിക്കൊരു മെറിറ്റും ഇല്ലെന്ന്, എന്നാൽ എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമുണ്ട്. മാതാവ് എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ എൻ്റെ റാങ്കിനൊരു ഗവൺമെൻറ് MBBS തരണേന്നും പറഞ്ഞു ഞാൻ നിയോഗം സമർപ്പിച്ചു. തിരിച്ചു പോയപ്പോൾ ഞാനിട്ട് ഡേറ്റ് നീണ്ടു പോയി. അപ്പോൾ ഡെയിലി ഇവിടെയുള്ള അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആ ഡേറ്റ് നീങ്ങിപ്പോയി മാതാവ് നോക്കിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു എന്നോട് തന്നെയാണ് പറയുന്നതെന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കേരളയുടെ ആയിരുന്നു ആദ്യം വന്നപ്പോഴേക്കും ലാസ്റ്റ് റാങ്കിൽ എൻ്റെ റിസർവേഷനിൽ എനിക്ക് ഗവൺമെൻറ് MBBS ലഭിച്ചു. അപ്പോൾ ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ഇവിടെ വന്നു, മാതാവിനോട് നന്ദി പറഞ്ഞു, സാക്ഷ്യം പറയാൻ വേണ്ടി പോയി. പക്ഷേ അപ്പോൾ പറഞ്ഞു അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു പോയി വീട്ടിൽ ഒരു 8 മണിയോടെ എത്തി. 8 മണിയോടെ എത്തിയപ്പോൾ തന്നെ പിന്നെ കാണുന്നതിൽ ആ ലിസ്റ്റ് റദ്ദാക്കി, അത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ പബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇല്ല പേടിക്കേണ്ട, ഓൾറെഡി വന്നതല്ലേ, അത് തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാമത് അത് റീപബ്ലിഷ് ചെയ്തപ്പോൾ ലാസ്റ്റ് റാങ്ക് എൻ്റെ ആയിരുന്നു. എൻ്റെ റാങ്ക് മാത്രം പോയി. ബാക്കി എല്ലാവരുടെയും അതുപോലെ തന്നെ എൻ്റെ റാങ്ക് മാത്രം പോയി. എനിക്ക് ആകെ തളർന്നു പോയൊരവസ്ഥയിലായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു എൻ്റെ എല്ലാം പോയി എന്ന് പറഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ഡിപ്രഷനിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ. പക്ഷെ അപ്പോഴും മാതാവ് എന്നെ ചേർത്ത് പിടിച്ചു എന്നുള്ളത് എനിക്ക് പറയാനായിട്ട്. കാരണം ഞാൻ ഒട്ടും തളർന്നില്ല, മാതാവിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഇത് പോയി. ഇപ്പോൾ ഞാൻ എപ്പോഴും അമ്മയോട് പറയുമായിരുന്നു കുഞ്ഞിന് എന്താ നല്ലതെന്ന് അമ്മയ്ക്കല്ലേ അറിയുള്ളൂ. അപ്പം അമ്മ ഇത് എനിക്ക് പറ്റാത്തൊരു കാര്യമായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എനിക്കിത് മാതാവിന് തരാൻ കഴിയും, എന്നാൽ നിനക്കിത് നല്ലതായിരിക്കില്ല, അല്ലെങ്കിൽ നിനക്കിത് പറ്റിയ ഒരു കോഴ്സായിരിക്കില്ല എന്ന് വിചാരിച്ചായിരിക്കുമെന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ മെഡിക്കൽ അലൈഡിന് കൊടുത്തു. അപ്പോൾ എനിക്ക് വെറ്റിനറി കിട്ടി തൃശ്ശൂരിൽ. അപ്പോൾ ഞാനോടത്ത് മാതാവ് ഇതായിരിക്കും തീരുമാനിച്ചിരിക്കുന്നതെന്ന് കരുതി അതിൽ മുമ്പോട്ട് പോയി. എന്നാലും എനിക്ക് ഇനി എൻ്റെ എല്ലാ MBBS എന്നുള്ള സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴായിരുന്നു സെക്കൻഡ് റൗണ്ട് വന്നത്. സെക്കൻഡ് റൗണ്ട് കേരളയുടെ സെക്കൻഡ് റൗണ്ട് വന്നപ്പോഴേക്കും ഞാൻ ഇതുപോലെ ടെൻഷൻ അടിച്ച് വന്ന് നിൽക്കുമായിരുന്നു. അപ്പം അമ്മയുടെ പുതുക്കുന്ന സമയമായപ്പോഴേക്കും ഞാൻ അമ്മയുടെ കൂടെ വന്നു. അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു, എനിക്കിങ്ങനെ ആദ്യം വന്നതാ പിന്നെ പോയിന്ന്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ഇടയ്ക്ക് ധ്യാനത്തിൽ പറയുമായിരുന്നു 44 ദിവസത്തിനുള്ളിൽ നിൻ്റെ കാര്യം സാധിക്കുമെന്ന്. അപ്പോൾ അമ്മ ഡേറ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോൾ September 25 ആയിരുന്നു ആ ഡേറ്റ്. അന്ന് തന്നെയായിരുന്നു രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വരേണ്ടിയിരുന്നത് കേരളയിൽ. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ്ങിന് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം. അച്ഛൻ ശക്തമായി പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി. അങ്ങനെ September 25 എൻ്റെ കേരളയുടെ സെക്കൻഡ് റൗണ്ടിൽ
എനിക്ക് MBBS അഡ്മിഷൻ ലഭിച്ചു. ഞാൻ ഇന്നലെ ഞാൻ പോയി അഡ്മിഷൻ എടുത്തിട്ട് ഇന്ന് ഞാൻ സാക്ഷ്യം പറയാൻ വന്നിരിക്കുകയാണ്. ഇനി എവിടെയായാലും ഞാൻ മാതാവിനോട് ചേർന്ന് നിൽക്കും. എന്നെ ഇത്രയും വലിയൊരു സാക്ഷിയായി ഉയർത്തിയതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പത്രം വിതരണം ചെയ്യും. അത് പല ഭാഷകളിലായിട്ട് പല പല സ്ഥലങ്ങളിൽ എവിടെ തന്നെയാണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകും, അവിടെയൊക്കെ കൊണ്ടുപോയി വിതരണം ചെയ്യും. പിന്നെ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു, മാതാവേ അഡ്മിഷൻ കിട്ടിയാൽ ഞാൻ പത്രത്തേക്കാൾ ഉപരി കുറച്ച് ലോക്കറ്റുകൾ വാങ്ങിച്ച്, എപ്പോഴും സ്വീറ്റല്ലേ കൊടുക്കുന്നത് ജയിച്ചെന്നൊക്കെ പറഞ്ഞു, അതിന് പകരം മാതാവിൻ്റെ ലോക്കറ്റ് വാങ്ങിച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കും എന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ ഒരു 50 ലോക്കറ്റ് വാങ്ങിച്ച് ഞാൻ എല്ലാവർക്കും തന്നെ വിതരണം ചെയ്തു. പിന്നെ ഫുഡൊക്കെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ കൊച്ചു എക്സാം എഴുതാൻ പോകുമ്പോൾ എഴുതുന്നതിന് മുമ്പ് തന്നെ എപ്പോഴും എക്സാം നടക്കുമ്പോൾ, മോഡലൊക്കെ നടക്കുമ്പം അവളുടെ കയ്യിൽ ചോറുപൊതി പോയിന് കൊടുക്കും. മോൾ എക്സാം സെൻറ്ററിൽ കയറുന്നതിന് മുൻപ് തന്നെ ഈ ഫുഡ് കൊണ്ടുപോയിട്ട് ആർക്കെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് വേണം മോളിത് പോകാൻ എന്ന് പറയും. അങ്ങനെ ഞാൻ പറഞ്ഞു വിടുമായിരുന്നു. ജോസഫച്ചനും പ്രത്യേകം നന്ദി പറയുന്നു. എന്നും ആരോഗ്യവും ആയുസ്സോടും കൂടി എല്ലാവരെയും അനുഗ്രഹിക്കാനുള്ള കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.